ഹായ് ഓൾ. 30/6/2022 നടന്ന കേരള PSC അസിസ്റ്റന്റ് എഞ്ചിനീയർ, അസിസ്റ്റന്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ, അസിസ്റ്റന്റ് മാനേജർ എന്നീ തസ്തികകളിലോട്ട് കണ്ടക്ട് ചെയ്ത എക്സാമിന്റെ ക്വസ്റ്റ്യൻസും അതിന്റെ സൊല്യൂഷനുമാണ് നമ്മൾ ഈ ഒരു സെഷനിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. A coil has a time constant of 2 seconds and an inductance of 4 Henry. If the coil is connected to 40-volt source, what will be the rate of rise of current in ampere per second at the instant of switching? അപ്പോൾ ഇവിടെ നമ്മൾ യൂസ് ചെയ്യേണ്ട എക്സ്പ്രഷൻ E is equal to LdI/dt. കണ്ടുപിടിക്കേണ്ടത് അവിടെ റൈസ് ആണ്, കറണ്ടിന്റെ റൈസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ DI/dt is equal to E/L. E in the value നമുക്ക് 40 ആണെന്ന് തന്നിട്ടുണ്ട്. L is equal to 4. So the answer is 10. Option A is the correct answer. Second question. The ratio of magnetization to magnetizing force is called. Chi അഥവാ magnetic susceptibility expression ആണ് magnetization to magnetizing force അല്ലെങ്കിൽ magnetic intensity, field intensity എന്ന് പറയുന്നത്. So option D is the correct answer. Next question. The potential inside a charged hollow sphere is. ഒരു ചാർജ്ഡ് സ്ഫിയറിന്റെ അകത്ത് വരുന്ന പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ അതിന്റെ സർഫസിൽ എന്താണോ പൊട്ടൻഷ്യൽ അത് തന്നെയാണ്. എന്നാൽ നേരെ മറിച്ച് ഇലക്ട്രിക് ഫീൽഡ് ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളതെങ്കിൽ അതിന്റെ വാല്യൂ 0 ആയിരിക്കും. പൊട്ടൻഷ്യൽ ആണെങ്കിൽ പൊട്ടൻഷ്യൽ സർഫസിൽ അതേ പൊട്ടൻഷ്യൽ തന്നെയായിരിക്കും ഇൻസൈഡ്. സോ ഓപ്ഷൻ സി is the correct answer. Fourth question. The area of hysteresis loop is a measure of. ആ സർക്യൂട്ടിന്റെ അല്ലെങ്കിൽ അവിടുത്തെ എനർജി ലോസ് പെർ സൈക്കിൾ. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ഫിഫ്ത് ക്വസ്റ്റ്യൻ. ദ ഫാരഡേസ് ലോസ് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ ആൻഡ് ലെൻസസ് ലോ ആർ സമ്മറൈസ്ഡ് ഇൻ ദ ഇക്വേഷൻ. ഓപ്ഷൻ സി E is equal to -d∅/dt. അല്ലെങ്കിൽ ഫ്ലക്സ് ലിങ്കേജിന്റെ ചേഞ്ച് EMF-ഉം ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്, പക്ഷെ അത് ഒപ്പോസ് ചെയ്യുമെന്ന് കാണിക്കുന്ന നെഗറ്റീവ് സൈൻ. സോ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. Sixth question. The magnetic field required to reduce the residual magnetization to 0 is called. Option B, coercivity. Seventh question. Distribution transformers are designed for lower iron losses കുറവ് വരുന്ന രീതിയിലാണ് നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമേഴ്സ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. സോ സെവൻത്ത് ക്വസ്റ്റ്യന്റെ ആൻസർ ഓപ്ഷൻ എ. Eighth question. The mechanical characteristics of DC motor is. സ്പീഡ് വേഴ്സസ് ടോർക്ക് ക്യാരേനെയാണ് നമ്മൾ മെക്കാനിക്കൽ ക്യാര എന്ന് വിളിക്കുന്നത്. സോ ഓപ്ഷൻ ഡി is the correct answer. Ninth question. What will be the number of poles to get maximum speed for an alternator? സ്പീഡും നമ്പർ ഓഫ് പോളും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. അപ്പം പോൾ ഏറ്റവും കുറവുള്ള സമയത്തായിരിക്കും സ്പീഡ് മാക്സിമം. ഓപ്ഷൻ സി is the correct answer. 10th question. The starting torque of a 3-phase induction motor is directly proportional to. Starting torque അവിടുത്തെ വോൾട്ടേജിന്റെ സ്ക്വയറിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. സോ ഓപ്ഷൻ സി is the correct answer. 11th question. Carbon brushes are preferred over copper brushes in DC machines. യൂഷ്വലി നമ്മൾ കാർബൺ കോപ്പറിനേക്കാൾ കൂടുതൽ ഉപയോഗിക്കാനുള്ള കാരണം എന്ന് പറയുന്നത് ഒന്ന് അവിടുത്തെ സ്പാർക്കിംഗ് കുറയ്ക്കുവാനായിട്ടാണ്. പിന്നെ നമുക്ക് ആ തേയ്മാനം ഈ കോപ്പറിനെ അപേക്ഷിച്ച് അത് അഡ്ജസ്റ്റ് ചെയ്യാൻ നമ്മൾ കാർബൺ യൂസ് ചെയ്യുന്നുണ്ട്. സോ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. 12th question. What will be the change in EMF induced in a DC generator if flux is reduced by 20% and speed is increased by 20%? അപ്പോൾ അവിടെ ഇൻഡ്യൂസ് ചെയ്യുന്ന EMF E എന്ന് പറയുന്നത് പ്രൊപ്പോർഷണൽ ടു സ്പീഡ് ആൻഡ് ഫ്ലക്സ് ആണ്. അപ്പൊ ഒന്നാമത്തെ കേസിലെ EMF is proportional to N1 and Φ1. രണ്ടാമത്തെ കേസിലെ EMF എന്ന് പറയുന്നത് പ്രൊപ്പോർഷണൽ ടു N2 and Φ2 ആണ്. അപ്പൊ സ്പീഡിൽ വന്ന മാറ്റം, സ്പീഡ് 20% കൂടി. അപ്പൊ ഓൾറെഡി 100% ആണെങ്കിൽ 20% കൂടെ കൂടുമ്പോൾ അത് എത്രയായി? 120 ആയി അല്ലെ. സോ N2 is equal to 120/100. പെർസെന്റേജിന് ചേഞ്ച് ചെയ്തതാണ് 120/100 into N1. പ്രീവിയസ് കേസിന്റെ 120%. സോ ആ വാല്യൂ എത്രയായിരിക്കും? 1.2 into N1. സിമിലർലി ഫ്ലക്സിൽ വന്ന മാറ്റം എന്ന് പറയുന്നത് 20% കുറയുകയാണ് ചെയ്തത്. ഓൾറെഡി 100 ഉണ്ടെങ്കിൽ അതിൽ നിന്ന് 20 കുറയുക എന്ന് പറയുമ്പോൾ എത്ര വരും? 80%. സോ Φ2 is equal to 80/100 into Φ1, which is equal to 0.8 Φ1 എന്ന് പറയാം.
അപ്പൊ നമുക്ക് E2 by E1 is equal to relation നമുക്ക് എന്തെന്ന് എഴുതാം 1.2 N1 into 0.851 divided by E1 ന് പകരം നമുക്ക് N151 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സിമിലർ ടേംസ് നമ്മൾ ക്യാൻസൽ ചെയ്തു. സോ നമുക്ക് അവിടെ E2 is equal to എന്തെന്ന് കിട്ടി 1.2 into 0.8. 1.2 into 0.8 എന്ന് പറയുന്നത് 0.96 ആണ്. സോ E2 is equal to 0.96 into E1. ഇതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? ഓൾറെഡി 100% നിന്നും എത്ര കുറവാണ്? 44% കുറവാണ്. ഓക്കെ, അപ്പൊ അതാണ് ഈ 0.96 കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കാരണം 100-ൽ നിന്ന് 0.04 കുറവ്, അതായത് 4% കുറഞ്ഞു. അപ്പൊ ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി, 4% റിഡ്യൂസ്ഡ് ആണ് സെക്കൻഡ് കേസിൽ വരുന്ന ഇൻഡ്യൂസ്ഡ് EMF. Question 13. A DC motor connected to 220 volt supply takes 60 ampere. The power developed in the armature is maximum when the back EMF is dash volt. അപ്പോൾ അവിടുത്തെ ബാക്ക് EMF സപ്ലൈ വോൾട്ടേജിന്റെ ഹാഫ് വരുമ്പോഴായിരിക്കും അവിടെ പവർ മാക്സിമം ഡെവലപ്പ് ചെയ്യുന്നത്. സോ നമ്മുടെ സപ്ലൈ 220 ആണെങ്കിൽ അതിന്റെ ഹാഫ് എന്ന് പറയുമ്പോൾ 110. ഓപ്ഷൻ ബി is the correct answer. 14th question. If the primary current of transformer is twice that of secondary. ഓക്കെ, അപ്പൊ നമ്മളൊരു ട്രാൻസ്ഫോമർ എടുക്കുകയാണെങ്കിൽ പ്രൈമറിയിൽ മോർ കറണ്ടും സെക്കൻഡറിയിൽ ലെസ് കറണ്ടും ആണ്. അങ്ങനെയാണെങ്കിൽ അതിന്റെ പവർ ബാലൻസ് ചെയ്യാനായിട്ട് പ്രൈമറിയിൽ വോൾട്ടേജ് എന്തായിരിക്കും? ലെസ് വോൾട്ടേജും സെക്കൻഡറിയിൽ വോൾട്ടേജ് എന്തായിരിക്കും? മോർ വോൾട്ടേജ് ആയിരിക്കും. അപ്പോൾ നമ്മൾ വോൾട്ടേജിന്റെ ബേസിലാണ് നമ്മൾ സ്റ്റെപ്പ് അപ്പ് ആണോ സ്റ്റെപ്പ് ഡൗൺ ആണോ എന്ന് പറയുന്നത്. വോൾട്ടേജ് അപ്പൊ എന്താ ചെയ്തിരിക്കുന്നത്? കൂടുകയാണ് ചെയ്തിട്ടുള്ളത്. സോ ഇത് എന്ത് ട്രാൻസ്ഫോമർ ആയിരിക്കും? ഓപ്ഷൻ ഡി, സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ആയിരിക്കും. ഇനി 15th question. The iron silicon alloy core is used in a transformer. നമ്മൾ അയൺ സിലിക്കൺ അലോയ് യൂസ് ചെയ്യുന്നത് രണ്ട് പർപ്പസ് ഉണ്ട്. ഒന്ന് അതിന്റെ ഹൈ പെർമിയബിലിറ്റി കാരണവും അയൺ ലോസ് കുറയ്ക്കുവാനുമായിട്ടാണ്. സോ ഇവിടുത്തെ ഓപ്ഷൻ എയും ബിയും കറക്റ്റ് ആണ്. ഇവിടെ ഓപ്ഷൻ സിയിൽ പറയുന്നത് ഓപ്ഷൻ എ ആൻഡ് ബി എന്നുള്ളതാണ്. സോ ഓപ്ഷൻ സി is the correct answer. 16th question. The most economically used transformer connection is dash for small current and high voltage application. അപ്പൊ ഇവിടെ തന്നിരിക്കുന്നതിൽ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. കാരണം സ്മോൾ കറണ്ട്, അതായത് ഐയുടെ വാല്യൂ സ്മോളും അതേപോലെ വോൾട്ടേജ് ഹൈ വരുന്ന ആപ്ലിക്കേഷനിൽ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് സ്റ്റാർ സ്റ്റാർ ട്രാൻസ്ഫോമർ. ഇനി നേരെ മറിച്ചിട്ട് നമ്മൾ ഡെൽറ്റ ട്രാൻസ്ഫോമർ ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ കറണ്ടിന്റെ വാല്യൂ ലാർജ് ആയിരിക്കും, പക്ഷെ വോൾട്ടേജ് എന്തായിരിക്കും? സ്മോൾ ആയിരിക്കും. ഇനി നമ്മളൊരു സ്റ്റെപ്പ് അപ്പ് കേസിലാണ് നമുക്ക് വേണ്ടതെങ്കിൽ നമുക്ക് അവിടെ ഡെൽറ്റ സ്റ്റാർ നമുക്ക് യൂസ് ചെയ്യാം ഫോർ സ്റ്റെപ്പ് അപ്പ്. ഇനി സ്റ്റെപ്പ് ഡൗൺ വോൾട്ടേജിന്റെ ആവശ്യകതയാണ് നമുക്ക് വരുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ സ്റ്റാർ ഡെൽറ്റ യൂസ് ചെയ്യാം. അപ്പൊ ഇത് വേറെ എക്സാമ്പിൾക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു നോട്ടാണ്. സോ അതൊന്ന് മാർക്ക് ചെയ്ത് വെക്കാം. 17th question. A DC voltage of 40 volt is applied across series connected resistor 4 ohm and 3 ohm. Find the current through 2 ohm resistor if it is connected across 4 ohm. അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു സർക്യൂട്ട് കിട്ടുമ്പോൾ, നമുക്ക് ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ നമ്മൾ ആദ്യം അതിന്റെ സർക്യൂട്ട് വരയ്ക്കണം. 4ഉം 3ഉം സീരീസ് ആയിട്ട് കണക്ട് ചെയ്തു. അതിൽ 4ന് പാരലൽ ആയിട്ട് നമ്മൾ ഒരു 2 ohm കണക്ട് ചെയ്തു. എന്നിട്ട് നമ്മൾ ഇവിടെ കൊടുക്കുന്ന ടോട്ടൽ സപ്ലൈ എന്ന് പറയുന്നത് 40 വോൾട്ട് ആണ്. നമുക്ക് ആദ്യം ഇവിടുത്തെ ഇക്വലന്റ് റെസിസ്റ്റൻസ്, ടോട്ടൽ ഇക്വലന്റ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കണം. അപ്പൊ ഇവിടെ ഓർക്കുക 4ഉം 2ഉം പാരലൽ ആണ്. ദാറ്റ് അറേഞ്ച്മെന്റ് ഈസ് സീരീസ് ടു റെസിസ്റ്റൻസ്. അപ്പൊ ഇവിടുത്തെ ടോട്ടൽ റെസിസ്റ്റൻസ് വാല്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു 4.3 ohm കിട്ടും. ഇനി ഇവിടുത്തെ ടോട്ടൽ കറണ്ട് ലഭിക്കാനായിട്ട് I is equal to എന്തായിരിക്കും? V divided by R equivalent. അത് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഏകദേശം ഒരു 9.3 ആംപിയർ കിട്ടും. ഇനി നോക്കിയേ, ഈ 2 ആംപിയറിൽ കൂടിയുള്ള കറണ്ട് കണ്ടുപിടിക്കാൻ കറണ്ട് ഡിവിഷൻ റൂൾ അപ്ലൈ ചെയ്യാം. സോ 2 ആംപിയറിൽ കൂടെ ഫ്ലോ ചെയ്യുന്ന 2 ഓമിൽ കൂടി ഫ്ലോ ചെയ്യുന്ന കറണ്ട് എന്ന് പറയുമ്പോൾ ടോട്ടൽ കറണ്ട് ദാറ്റ് ഈസ് 9.3 ഇൻറ്റു റെസിസ്റ്റൻസ് ഓഫ് ദ അതർ ബ്രാഞ്ച് ദാറ്റ് ഈസ് 4 ഡിവൈഡഡ് ബൈ ടോട്ടൽ റെസിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ ടോട്ടൽ കറണ്ട് ഇവിടെ സ്പ്ലിറ്റ് ചെയ്ത് പോയിരിക്കുന്നത് ഇവിടെയാണ്. സോ ഈ രണ്ട് റെസിസ്റ്റൻസും ആണ് നമ്മൾ ആഡ് ചെയ്യേണ്ടത്. 4 + 2 ദാറ്റ് ഈസ് 6. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുമ്പോൾ അപ്രോക്സിമേറ്റ് നമ്മുടെ 6.1 കിട്ടും. സോ ഓപ്ഷൻ എ ഇസ് ദ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മാക്സിമം പവർ ട്രാൻസ്ഫേർഡ് ഫ്രം സോഴ്സ് ടു ലോഡ് വെൻ ഇറ്റ്സ് തെവെനിൻസ് ഇക്വലന്റ് റെസിസ്റ്റൻസ് ഈസ് ഡാഷ് ദ ലോഡ് റെസിസ്റ്റൻസ്. മാക്സിമം പവർ ട്രാൻസ്ഫർ കണ്ടീഷനിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് RTH will be equal to RL. So option C is the correct answer. 19th question.
Three resistors RAB, RBC, and RCA are connected in delta, whose values are in the ratio 1:2:4. Then the ratio of its equivalent resistance in star, RA:RB:RC is. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഒരു ഫിഗർ വരച്ചു നോക്കാം. സോ ഇതാണ് നമ്മുടെ മൂന്ന് റെസിസ്റ്റേഴ്സ്. സപ്പോസ് നമ്മൾ ഈ റേഷ്യോയുടെ വാല്യൂ തന്നെയാണ് റെസിസ്റ്റൻസിനെങ്കിൽ ഇത് എ, ബി, സി. എക്കും ബിക്കും ഇടയ്ക്കുള്ള റെസിസ്റ്റൻസിന്റെ റേഷ്യോ 1. സോ ആ റെസിസ്റ്റൻസിന് 1 ഇട്ട് കൊടുത്തു. ബിക്കും സിക്കും ഉള്ളതിന് 2, അതുപോലെ സിക്കും എക്കും ഉള്ളതിന് 4. ഇനി ഇവിടെ നമ്മുടെ സ്റ്റാർ കണക്ഷൻ വരാൻ പോകുന്നത് ഇവിടെ ആയിരിക്കും അല്ലെ. സോ ഈ ഒരു റെസിസ്റ്ററിന്റെ വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് നോക്കിയേ, ഇതിന്റെ രണ്ടും ഈ ഒരു 2ഉം 1ന്റെ നടുക്കാണ് ഇത് വന്നിട്ടുള്ളത്. സോ 2 ഡിവൈഡഡ് ബൈ, ദാറ്റ് ഇസ് 1 into 2 ഡിവൈഡഡ് ബൈ സം ഓഫ് all. So 4 plus 2 plus 1 എന്ന് പറയുന്നത് 7. അതായത് ആ റെസിസ്റ്ററിന്റെ വാല്യൂ 2/7 ആയിരിക്കും. ഈ റെസിസ്റ്ററിന്റെ വാല്യൂ 4 into 2 എന്ന് പറയുന്നത് 8 ആണ്, 8/7 ആയിരിക്കും. ആൻഡ് ഈ ഒരു റെസിസ്റ്ററിന്റെ വാല്യൂ എന്ന് പറയുന്നത് 4 into 1, that is 4/7 ആയിരിക്കും. നമുക്ക് റേഷ്യോയുടെ ഓർഡർ പറയുന്നുണ്ട്, എ, ബി, സി എന്നുള്ള ഓർഡറിലാണ് നമ്മൾ പറയേണ്ടത്. സോ ഈ എയുടെ പോയിന്റിൽ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ എന്ന് ബിന്ന് സി ആ ഒരു ഓർഡറിൽ പോകണം. സോ ആദ്യം വരുമ്പോൾ ഉള്ള റേഷ്യോ ഏതാണ്? 4/7 ആണ്. 4/7 ഈസ് പിന്നെ വരുന്നത് ഏതാണ്? 2/7 ഈസ് പിന്നെ വരുന്നത് 8/7. കോമൺ ടേംസും അതുപോലെ ഐഡന്റിക്കൽ ഇതും റേഷ്യോയും നമുക്ക് റിമൂവ് ചെയ്ത് കഴിയുമ്പോൾ എക്സ്പ്രഷൻ എന്തെന്ന് വരും? 2:1:4 എന്ന് വരും. ഓപ്ഷൻ ബി ഈസ് ദ കറക്റ്റ് ആൻസർ. 20th question. The reactive power of a RLC circuit connected to an AC source is proportional to. Option D ആണ് correct answer. That is difference between energy stored in electric field and magnetic field. 21st question. The resonant frequency of a RLC series circuit is F0. If the values of parameters are half, then the resonant frequency is. അപ്പൊ നമുക്ക് ഫസ്റ്റ് കണ്ടീഷനിലെ resonant frequency FR1 എന്ന് പറയുന്നത് F0 ആണ്. അതിന്റെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് 1/2π√LC ആണ്. സെക്കൻഡ് കണ്ടീഷനിലെ റെസൊണന്റ് ഫ്രീക്വൻസിയുടെ ടൈമില് നമ്മൾ യൂസ് ചെയ്യുന്ന പാരാമീറ്ററിന്റെ വാല്യൂ ഹാഫ് ആക്കി എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം 1/2π√ ഇൻഡക്ടറിന്റെ വാല്യൂ ഹാഫ് ആയി, കപ്പാസിറ്ററിന്റെ വാല്യൂ ഹാഫ് ആയി. സോ എക്സ്പ്രഷൻ എന്തെന്ന് വരും? 1/2π√LC/4 എന്ന് വരും. കോമൺ ടേം എടുത്തു കഴിഞ്ഞ് ഇക്വേഷൻ ഒന്ന് റീഅറേഞ്ച് ചെയ്യുമ്പോൾ ഈ എക്സ്പ്രഷൻ വരുന്നത് 2 into 1/2π√LC എന്ന് വരും. ഈ 1/2π√LCക്ക് നമുക്ക് F0 എന്ന് വാല്യൂ ഇട്ട് കൊടുക്കാം. സോ FR2 is equal to 2 into F0. ഓപ്ഷൻ ഡി is the correct answer. 22nd question. If the amplitude of the voltage applied to R is equal to 8 ohm, XL is equal to 6 ohm, series circuit is 150 volt, the current through the circuit is dash ampere. അപ്പൊ നമ്മൾ ഒരു റെസിസ്റ്ററിനെയും ഒരു റിയാക്ടറും വരയ്ക്കുക. അതിന്റെ റിയാക്ടൻസ് അല്ലെങ്കിൽ കോയിലിന്റെ റിയാക്ടൻസ് വാല്യൂ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഒരു 150 വോൾട്ട് സപ്ലൈ ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. 8 ഓമും 6 ഓമും ആണ് റെസിസ്റ്ററിന്റെയും റിയാക്ടൻസിന്റെയും വാല്യൂ. അപ്പൊ ഇവിടുത്തെ ഇംപിഡൻസ് ഇസ് ഈക്വൽ ടു എക്സ്പ്രഷൻ എന്തായിരിക്കും? √R² പ്ലസ് XL² ആയിരിക്കും. √8² പ്ലസ് 6². ആൻസർ എന്ന് പറയുന്നത് 10 ഓം ആയിരിക്കും ഇംപിഡൻസിന്റെ വാല്യൂ. ഇവിടുത്തെ കറന്റ് കണ്ടുപിടിക്കാനായിട്ട് വോൾട്ടേജ് ഡിവൈഡഡ് ബൈ ഇംപിഡൻസ്, ദാറ്റ് ഈസ് 150 ഡിവൈഡഡ് ബൈ 10. ആൻസർ വിൽ ബി 15. ഓപ്ഷൻ എ വിൽ ബി ദ correct answer. 23rd question. Two coils A and B of same material are connected in parallel across the supply. Coil A has diameter and length double that of coil B. The heat produced by the coil A is dash that of coil B. അപ്പൊ ഇവിടുത്തെ കേസിൽ ഇതൊരു രണ്ട് കോയിലുകൾ നമ്മളൊരു സപ്ലൈയിലോട്ട് പാരലലി കണക്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ പാരലൽ കണക്ഷന്റെ പ്രത്യേകത അറിയാം, അവരുടെ വോൾട്ടേജ് എന്തായിരിക്കും? സെയിം ആയിരിക്കും. അപ്പൊ അവിടുത്തെ ഹീറ്റിന് നമ്മൾ എടുക്കേണ്ട എക്സ്പ്രഷൻ ഹീറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു V²/R ആണ്. ദാറ്റ് ഈസ് ഹീറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു 1/R. ഈ ഒരു റിലേഷൻ ആണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. അപ്പൊ നമുക്ക് റെസിസ്റ്റൻസ് വൈസ് നമ്മൾ നോക്കുകയാണെങ്കിൽ കോയിൽ എന്റെ ഡയമീറ്ററും അതുപോലെ അതിന്റെ ലെങ്ത്തും എന്ന് പറയുന്നത് കോയിൽ ബിനേക്കാൾ 2 times കൂടുതലാണ്, ഡബിൾ ആണ്. അപ്പോ ലെങ്ത് ഓഫ് എ എന്ന് പറയുന്നത് എന്തായിരിക്കും? 2 times ഓഫ് ലെങ്ത് ഓഫ് ബിയും. ഇനി ഏരിയ ഓഫ് എ എന്ന് പറയുന്നത് ഡയമീറ്ററിന്റെ, അതായത് ഡയമീറ്റർ 2 മടങ്ങ് കൂടി എന്ന് പറഞ്ഞാൽ അതിന്റെ സ്ക്വയർ ടൈംസ് ആയിരിക്കും അത് ഏരിയനെ അഫക്ട് ചെയ്യുന്നത്. സോ ഏരിയ എന്തായിരിക്കും? 4 times ദാറ്റ് ഓഫ് കോയിൽ ബി ആയിരിക്കും.
ഇനി നമുക്ക് റെസിസ്റ്റൻസിന്റെ എക്സ്പ്രഷൻ നോക്കാം. കോയിൽ എയുടെ റെസിസ്റ്റൻസിന്റെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് റോ എൽ എ ഡിവൈഡഡ് ബൈ എ എ. അതുപോലെ കോയിൽ ബിയുടെ എന്ന് പറയുന്നത് റോ എൽ ബി ഡിവൈഡഡ് ബൈ എ ഇൻറ്റു ബി. ഇനി ഈ എൽ എക്കും എ എക്കും നമുക്ക് ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. സോ അതിന്റെ റിലേഷൻ ആർ എ ബൈ ആർ ബി ഈസ് ഈക്വൽ ടു റോ ഇൻറ്റു 2LB divided by 4AB into AB divided by rho LB എന്ന് വരും. സിമിലർ ടേമുകൾ മാത്രം നമുക്ക് ക്യാൻസൽ ചെയ്ത് കൊടുക്കാം. അപ്പൊ നെറ്റ് എഫക്റ്റ് അവിടെ 2/4 എന്ന് വരും. ദാറ്റ് ഈസ് 1/2. അപ്പൊ RA ഈസ് ഈക്വൽ ടു നമുക്ക് കിട്ടുന്നത് 1/2 ഓഫ് RB. അതായത് റെസിസ്റ്റൻസ് ഓഫ് കോയിൽ എ എന്ന് പറയുന്നത് സെക്കൻഡിനെ അപേക്ഷിച്ച് ഹാഫ് ആണ്, പകുതിയാണെന്നാണ്. അപ്പൊ റെസിസ്റ്റൻസിന്റെ വാല്യൂ കുറവ് വരുന്നത് എയ്ക്കാണ്. അങ്ങനെ വരുമ്പോൾ അവിടുത്തെ ഹീറ്റ് ആയിരിക്കും കൂടുതൽ വരുന്നത്. അപ്പോ ദ ഹീറ്റ് പ്രൊഡ്യൂസ്ഡ് ബൈ കോയിൽ എ ഈസ് മോർ ദാൻ ദാറ്റ് ഓഫ് കോയിൽ ബി. ഓപ്ഷൻ എ ഈസ് ദ കറക്റ്റ് ആൻസർ. 24th question. The power factor of a RLC series circuit connected across 230 volt 50 Hz supply is 0.8. If the capacitor is removed from the circuit, then the power factor becomes 0.625. What will be the power factor if inductor is removed? അപ്പോൾ ആദ്യം ഇതൊരു ആറും എല്ലും സിയും ഉള്ള സർക്യൂട്ട് ആയിരുന്നു. ആദ്യം അവിടെ നിന്ന് നമ്മൾ കപ്പാസിറ്റർ റിമൂവ് ചെയ്ത് കഴിഞ്ഞപ്പോൾ സർക്യൂട്ടിൽ റെസിസ്റ്ററും ഇൻഡക്ടറും മാത്രമായി. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇൻഡക്ടർ റിമൂവ് ചെയ്ത് കഴിയുമ്പോൾ സർക്യൂട്ടിൽ റെസിസ്റ്റർ മാത്രമായി. റെസിസ്റ്റർ മാത്രമാണ് ഒരു റെസിസ്റ്റീവ് സർക്യൂട്ടിലാണെങ്കിൽ അവിടുത്തെ പവർ ഫാക്ടർ എന്ന് പറയുന്നത് യൂണിറ്റി ആണ്. അത് ഓപ്ഷനിൽ ഇല്ല. സോ ഓപ്ഷൻ ഡി, നൺ ഓഫ് ദീസ് ആണ് കറക്റ്റ് ആൻസർ. 25th question. A 1 microfarad capacitor is charged to 400 volt. Find the value of voltage to which the capacitor is discharged if 0.06 joule energy is removed from the capacitor. അപ്പൊ ആദ്യം ഈ കപ്പാസിറ്റർ 1 microfarad ഉള്ള കപ്പാസിറ്ററിന് നമ്മൾ 400 വോൾട്ടേജ് കൊടുത്ത് ചാർജ് ചെയ്ത് കഴിയുമ്പോൾ അതിന്റെ എനർജി എത്രയാണ് നമുക്കറിയണം. സോ ഇ ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു CV². വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ദാറ്റ് ഈസ് half into 1 into 10⁻⁻6 into 400 square. ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആൻസർ 0.08 ജൂൾ എന്ന് കിട്ടും. ഇനി നമ്മൾ ഇവിടെ പറയുന്നത് ഈ 0.08 ജൂളിൽ നിന്നും 0.06 ജൂൾ എനർജി നമ്മൾ റിമൂവ് ചെയ്യും. അപ്പൊ ബാക്കി വരുന്ന എനർജി എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 0.02 ജൂളാണ്. സോ ഈ 0.02 ജൂൾ ചാർജ് ചെയ്യാനായിട്ട് നമുക്ക് എത്ര വോൾട്ടേജ് കൊടുക്കേണ്ടി വരും? അതാണ് ക്വസ്റ്റ്യനിൽ പറയുന്നത്. സോ ഇതേ എക്സ്പ്രഷനിലോട്ട് 0.02 ജൂൾ എനർജി ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു കപ്പാസിറ്ററിൽ മാറ്റം വന്നിട്ടില്ല. സോ 1 into 10⁻⁻6 into V². റീഅറേഞ്ച് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് V² ഈസ് ഈക്വൽ ടു 40,000 എന്ന് നമുക്ക് ആൻസർ കിട്ടും. Therefore V is equal to root of 40,000, that is 200. Option B is the correct answer. 26th question. The quality factor of a RC series circuit is dashed power factor. അപ്പോൾ നമുക്ക് ഇവിടുത്തെ പവർ ഫാക്ടർ ആയിട്ടുള്ള റിലേഷൻ നമുക്ക് ഇവിടെ പറഞ്ഞിട്ടില്ല. സോ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. നൺ ഓഫ് ദീസ്. ആക്ച്വലി നമ്മൾ ബാൻഡ് വിഡ്ത്ത് ഒക്കെ ആയിട്ടാണ് നമ്മൾ ക്വാളിറ്റി ഫാക്ടർ, അല്ലെങ്കിൽ നമ്മൾ അവിടുത്തെ വോൾട്ടേജിന്റെ ടേമിലൊക്കെ ആയിട്ടാണ് നമ്മൾ അവിടുത്തെ ക്വാളിറ്റി ഫാക്ടറിന്റെ റിലേഷൻ പറയാം. സോ അതൊന്നും ഇവിടെ ഓപ്ഷനിൽ ഇല്ല. സോ ഓപ്ഷൻ ഡി ഇസ് ദ കറക്റ്റ് ആൻസർ. 27th question. The magnetic susceptibility of a paramagnetic material. ഒരു പാരാമാഗ്നറ്റിക് മെറ്റീരിയലിന്റെ സക്സെപ്റ്റബിലിറ്റിയുടെ വാല്യൂ ഒരു പോസിറ്റീവ് വാല്യൂ ആയിരിക്കും. പക്ഷെ ഈ വാല്യൂ എന്ന് പറയുന്നത് 1ൽ താഴെയാണ്. ഓക്കെ, അപ്പോ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ദാറ്റ് ഈസ് ലെസ് ദാൻ 1 ബട്ട് പോസിറ്റീവ്. ഇവിടെ ഓപ്ഷനിൽ നമ്മൾ പോസിറ്റീവ് എന്നുള്ള ഒരു വേർഡ് എഴുതിയിട്ടില്ല. അപ്പൊ ഞാനത് ഇവിടെ കൂട്ടിച്ചേർക്കാണ്. ലെസ് ദാൻ 1 ബട്ട് പോസിറ്റീവ് വാല്യൂ. ഓപ്ഷൻ എ ഇസ് ദ കറക്റ്റ് ആൻസർ. 28th question. The self-inductance of coil A is LA and that of coil B is LB. By keeping mutual inductance between the coils same, if the self-inductance of coil B is increased 4 times, what will be the change of കപ്ലിംഗ് കോഎഫിഷ്യന്റ് K? അപ്പൊ നമ്മളോട് ഇവിടെ പറയുന്നത് കോയിൽ ബിനകത്താണ് നമ്മളൊരു 4 മടങ്ങ് അതിന്റെ ഇൻഡക്ടൻസ് വാല്യൂ ചേഞ്ച് ചെയ്തത്. അപ്പൊ ഫസ്റ്റ് കേസില് LA-യും LB എന്ന ഇൻഡക്ടൻസ് ഉള്ള സമയത്തുള്ള കോഎഫിഷ്യന്റ് ഓഫ് കപ്ലിംഗിന്റെ റിലേഷൻ എന്ന് പറയുന്നത് K ഈസ് ഈക്വൽ ടു M ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് LA ഇൻറ്റു LB എന്നാണ്. ഇനി രണ്ടാമത്തെ കേസില് K2 ഈസ് ഈക്വൽ ടു എന്താണ്? M ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് L1 ഇൻറ്റു
നമ്മൾ 4 മടങ്ങ് കൂട്ടി എന്ന് പറയുമ്പോൾ, അതായത് ഫസ്റ്റ് കേസിനെ അപേക്ഷിച്ച് 4 മടങ്ങ് കൂട്ടി എന്ന് പറയുമ്പോൾ LA × 4 × LB എന്ന് വരും സെക്കൻഡ് കേസിലെ റിലേഷൻ. ഇതൊന്ന് റൂട്ടിന്റെ പുറത്തോട്ടൊക്കെ കൊണ്ടുവന്ന് അറേഞ്ച് ചെയ്ത് കഴിയുമ്പോൾ ഇക്വേഷൻ m/2 × റൂട്ട് LA × LB എന്ന് വരും. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടുത്തെ റിലേഷൻ K = K2 / 2 എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ ഫസ്റ്റ് കേസിലെ കെയും സെക്കൻഡ് കേസിലെ കെയും നോക്കുകയാണെങ്കിൽ K = K2/2. അപ്പൊ കോയിഫിഷ്യന്റ് ഓഫ് കപ്ലിംഗിൽ വന്ന മാറ്റം എന്ന് പറയുന്നത് കോയിഫിഷ്യന്റ് ഓഫ് കപ്ലിംഗ് റെഡ്യൂസ്ഡ് ബൈ ഹാഫ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. 29th question. The two inductance coil A and B in series with the axis of one coil perpendicular to the axis of the other, then the mutual inductance is. ഇവിടുത്തെ മ്യൂച്വൽ ഇൻഡക്ടൻസ് എന്ന് പറയുന്നത് അത് പ്രൊപ്പോർഷണൽ ടു അവിടുത്തെ ഫ്ലക്സ് ലിങ്കേജിനാണ്. ഓക്കെ, അപ്പോ നമ്മൾ ആ 2 കോയിലുകളും എങ്ങനെ കണക്ട് ചെയ്തിട്ടുണ്ട്? അപ്പൊ രണ്ടും സീരീസ് ആണ്, പക്ഷെ ഇവിടെ എന്താണ് പെർപെൻഡിക്കുലർ വരുന്ന രീതിയിലാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. അപ്പം നമ്മൾ ഉപയോഗിക്കുന്ന കോയിലുകൾ രണ്ടും സെയിം ആക്സിസിലായിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ അവിടെ നമ്മുടെ ഇൻഡ്യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ അവിടുത്തെ മ്യൂച്വൽ ഇൻഡക്ടൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാക്സിമം ആയിരിക്കും. പക്ഷെ ഇവിടെ അത് രണ്ടും പെർപെൻഡിക്കുലർ ആണ്. അപ്പൊ പെർപെൻഡിക്കുലർ ആണ്, ഒരു കോയിലിന്റെ ആക്സിസും മറ്റേ കോയിലിന്റെ ആക്സിസും പെർപെൻഡിക്കുലർ ആയിട്ട് വരികയാണെങ്കിൽ അവിടെ ഇൻഡ്യൂസ് ചെയ്യുന്ന ഫ്ലക്സ് ലിങ്കേജ് അല്ലെങ്കിൽ അവിടുത്തെ മ്യൂച്വൽ ഇൻഡക്ടൻസ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. അപ്പൊ ഓപ്ഷൻ സി 0 is the correct answer. 30th question. Energy stored in an inductive coil is dash to square of current ആണ്. That is energy is equal to half into Li square. So energy is proportional to current in the square. So option C is the correct answer. 31st question. With the available head of 1 meter to develop 1 HP power output from a hydroelectric power plant, the speed at which the turbine will rotate is called option A specific speed. Next question. 32. A moderator which is used in nuclear power plant to slow down the fast moving neutron should have. അതിന് വേണ്ടത് ലോ മാസ് നമ്പർ അല്ലെങ്കിൽ അതിന്റെ മോളിക്കുലാർ വെയിറ്റ് കുറവായിരിക്കണം. ഓപ്ഷൻ ഡി is the correct answer. 33rd question. A conductor is composed of 7 identical copper strands, each having a radius of 2 cm. Then the self GMT of the conductor will be. അപ്പൊ അവിടുത്തെ സെൽഫ് GMT-യുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് സെൽഫ് GMT is equal to 2.177 into R എന്നുള്ളതാണ്. R എന്ന് പറഞ്ഞാൽ അവിടുത്തെ റേഡിയസ്. അപ്പൊ ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ 2.177 into 2 which is equal to 4.35 centimeter. Option C will be the correct answer. 34th question. A circuit breaker has interrupted the current at the instant when its value is 5 kiloampere with inductance 10 millihenry and capacitance 1 microfarad. What will be resistance value record for resistance switching process? ഈ ഒരു കണ്ടീഷനിൽ റെസിസ്റ്റൻസ് സ്വിച്ചിങ് പ്രോസസ്സിലെ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള എക്സ്പ്രഷൻ എന്ന് പറയുന്നത് R is equal to, നമ്മൾ അവിടെ ഒരു ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ഫോം ചെയ്ത് അത് സോൾവ് ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന എക്സ്പ്രഷൻ ആണ്. R is equal to 1 divided by 2 into അവിടുത്തെ ക്രിട്ടിക്കൽ ഡാമ്പിങ്ങിന്റെ ഡാമ്പിംഗ് കോയിഫിഷ്യന്റ് അല്ലെങ്കിൽ ഈറ്റ into root of L/C. അപ്പൊ ഇവിടെ നമ്മൾ ഒരു ക്രിട്ടിക്കൽ ഡാമ്പിംഗ് കണ്ടീഷനിലാണ് ഈ റെസിസ്റ്റൻസ് സ്വിച്ചിങ് പ്രോസസ്സ് കൺസിഡർ ചെയ്യുന്നത്. സോ ഈ പറയുന്ന ഈറ്റയുടെ വാല്യൂ എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? 1 ആയിരിക്കും. അപ്പൊ നമുക്ക് ബാക്കി ഇൻഡക്ടൻസിന്റെയും കപ്പാസിറ്ററിന്റെയും വാല്യൂ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. വാല്യൂ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. 1/2 into root of എല്ലിന്റെ വാല്യൂ എന്ന് പറയുന്നത് 10 into 10⁻³ കപ്പാസിറ്ററിന്റെ വാല്യൂ എന്ന് പറയുന്നത് 1 into 10⁻⁻6. So the answer will be equal to 100/2 which is equal to 50 ohm. Option D is the correct answer. 35th question. An overcurrent relay of current rating 5 ampere and setting 150% is connected to a 200/5 ampere current transformer. Then the line current required to pick up the relay is. അപ്പൊ നമുക്ക് ഇവിടെ ആ ഒരു ക്വസ്റ്റ്യനകത്ത് നമുക്ക് അവിടുത്തെ കറണ്ട് സെറ്റിങ്ങിന്റെ വാല്യൂ 150% ആണെന്ന് പറയുന്നുണ്ട്. സോ നമുക്ക് സോൾവ് ചെയ്യാൻ നേരത്തെ അത് ആവശ്യമുണ്ട്. സോ കറണ്ട് സെറ്റിംഗ് ഈസ് ഈക്വൽ ടു
150% അല്ലെങ്കിൽ നമുക്ക് പറയാം 1.5 ആണ്. ഇനി ഇവിടുത്തെ ഈ പറയുന്ന റിലേ ട്രാൻസ്ഫോമർ അല്ലെങ്കിൽ അവിടെ യൂസ് ചെയ്യുന്ന കറന്റ് ട്രാൻസ്ഫോമറിന്റെ റേഷ്യോ എന്ന് പറയുന്നത് 200/5 എന്നുള്ളതാണ് നമ്മുടെ CTയുടെ റേഷ്യോ. ഇനി നമ്മുടെ ഇവിടുത്തെ റേറ്റഡ് കറണ്ട്, ഇപ്പൊ നമ്മുടെ ഇങ്ങോട്ട് വരുന്ന റേറ്റഡ് കറണ്ട് സപ്പോസ് 5 ആംപിയർ റേറ്റഡ് കറണ്ട് ആണ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ അവിടുത്തെ പിക്കപ്പ് വാല്യൂ ഓഫ് കറണ്ട് അത് കണ്ടുപിടിക്കാനുള്ള എക്സ്പ്രഷൻ നമ്മുടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത് പിക്കപ്പ് വാല്യൂ ഓഫ് കറണ്ട് ആണ്. അപ്പൊ പിക്കപ്പ് വാല്യൂ ഓഫ് കറണ്ട് ഈസ് ഈക്വൽ ടു നമ്മുടെ ട്രാൻസ്ഫോമറിന്റെ സെക്കൻഡറിയിലെ കറണ്ട് എത്രയാണോ ദാറ്റ്. സോ റേറ്റഡ് സെക്കൻഡറി കറണ്ട് ഇൻ കറന്റ് ട്രാൻസ്ഫോമർ, ദാറ്റ് വാല്യൂ ഇൻറ്റു കറണ്ട് സെറ്റിംഗ്. ഇതാണ് അതിന്റെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ ഇപ്പൊ നമ്മുടെ സെക്കൻഡറിയിലെ കറണ്ട് എന്ന് പറയുന്നത് 5 ആംപിയർ ആണ്. സോ 5 ഇൻറ്റു കറണ്ട് സെറ്റിംഗ് എത്രയാണ് 1.5 ആണ്. ഇത് മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 7.5 ആംപിയർ എന്ന് കിട്ടും. അതായത് അതാണ് നമ്മുടെ അവിടുത്തെ പിക്കപ്പ് വാല്യൂ ഓഫ് കറണ്ട് എന്ന് പറയുന്നത്. ഇനി ഈ പിക്കപ്പ് വാല്യൂ ഓഫ് കറണ്ട് നമ്മൾ ഈ ഒരു റേറ്റിംഗിലോട്ട് കൊണ്ടുവരുമ്പോൾ, കാരണം നമ്മുടെ ട്രാൻസ്ഫോമറിന്റെ പ്രൈമറിയുടെ റേറ്റിംഗ് 200 ആണ്. അപ്പൊ ആ ഒരു റേറ്റിംഗിലോട്ട് കൊണ്ടുവന്ന് കഴിയുമ്പോൾ കറണ്ടിന്റെ വാല്യൂ എന്ന് പറയുന്നത് കറണ്ട് ഇൻ പ്രൈമറി ഓഫ് CT എന്ന് പറയുന്നത് 7.5 into 200 which will be equal to 300. So option C will be the correct answer. അപ്പൊ നമ്മൾ ഈ ഒരു കേസിൽ ആദ്യം നമ്മൾ പിക്കപ്പ് കറണ്ട് സെക്കൻഡറിയുടെ ഒരു കേസാണ് നമ്മൾ ഇവിടെ കണ്ടുപിടിച്ചത്. ഇനി നമുക്ക് പ്രൈമറിയുടെ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഈ കറണ്ട് സെറ്റിംഗ് ഇൻറ്റു പ്രൈമറിയിലെ കറണ്ട് സപ്പോസ് 200 ആംപിയർ കറണ്ട് ആണ് അതിലൂടെ ഫ്ലോ ചെയ്യുന്നതെങ്കിൽ ആ വാല്യൂ വെച്ചിട്ട് നമ്മളൊന്ന് റീഅറേഞ്ച് ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന എക്സ്പ്രഷൻ ആണ്. സോ ഓപ്ഷൻ C will be the correct answer. 36th question, the most appropriate way of mitigating the problem of interference between power line and communication line is to. അപ്പൊ നമ്മൾ കമ്മ്യൂണിക്കേഷൻ ലൈനിൽ ഉണ്ടാവുന്ന അല്ലെങ്കിൽ പവർ ലൈനിൽ ഉണ്ടാവുന്ന ഇന്റർഫറൻസ് കുറയ്ക്കാനായിട്ട് നമ്മൾ ചെയ്യുന്നത് പവർ ലൈൻ ട്രാൻസ്പോസ് ചെയ്യുക എന്നുള്ളതാണ്. സോ ഓപ്ഷൻ A is the correct answer. 37th question, what will be the nature of fault if a power system is subjected to a fault which makes the zero sequence component of actual current equal to 0? ഒന്നെങ്കിൽ ഡബിൾ ലൈൻ ഫോൾട്ട് എന്നോ അല്ലെങ്കിൽ ലൈൻ ടു ലൈൻ ഫോൾട്ട് എന്നോ ആണ്. സോ ഓപ്ഷൻ B LL, that is line to line fault, is the correct answer. 38th question, which of the following stability is increased with the use of high speed circuit breakers in power system? Option C transient stability is the correct answer. 39th question, a transmission line has 4 units of string insulators. The voltage across the bottommost unit is 45% of the total voltage. Then the string efficiency of the arrangement is. അപ്പൊ നമുക്ക് സ്ട്രിങ് എഫിഷ്യൻസിയുടെ എക്സ്പ്രഷൻ അറിയാം, ടോട്ടൽ വോൾട്ടേജ് ഡിവൈഡഡ് ബൈ എത്ര നമ്പർ ഓഫ് യൂണിറ്റ്സ് ഉണ്ടോ ദാറ്റ് വാല്യൂ ഇൻറ്റു ബോട്ടം ഇൻസുലേറ്ററിന്റെ വോൾട്ടേജ്. സോ ഇവിടുത്തെ എക്സ്പ്രഷനിൽ ബോട്ടം യൂണിറ്റിന്റെ വോൾട്ടേജ് എന്ന് പറയുന്നത് ടോട്ടൽ വോൾട്ടേജിന്റെ 45% എന്നാണ് പറഞ്ഞേക്കണം. സോ റിലേഷൻ എന്തെന്ന് വരും, V ഡിവൈഡഡ് ബൈ 4 into 0.45 V into 100. റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ആൻസർ 55.55 എന്ന് കിട്ടും. ഓപ്ഷൻ D will be the correct answer. 40th question, a single phase 2 conductor line separated at a distance 1.5 meter apart with a radius of 2 centimeter each produces self inductance of. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യനകത്ത് സെൽഫ് ഇൻഡക്ടൻസ് കാണാൻ നമ്മൾ യൂസ് ചെയ്യേണ്ട ഇക്വേഷൻ എന്ന് പറയുന്നത് 2 into 10 raised to minus 7 log D by R എന്നൊക്കെ ഉള്ള ഒരു എക്സ്പ്രഷൻ ആണ്. അപ്പൊ ഈ ഒരു എക്സ്പ്രഷൻ നമ്മുടെ കാൽക്കുലേറ്റർ ഇല്ല, അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. അത് മാത്രമല്ല ഇതിനകത്തുള്ള ഒരു വാല്യൂ നമുക്ക് കിട്ടുന്നില്ല. ഈ വാല്യൂ ക്വസ്റ്റ്യൻ ഈ ഒരു ഇക്വേഷനിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ. സോ ഓപ്ഷൻ 40th ക്വസ്റ്റ്യൻ ഞാൻ സ്കിപ്പ് ചെയ്യാം. 41, the octal number 752.222 is equivalent to which of the following? നമുക്ക് ഈ ഒക്ടലിനെ ഹെക്സാഡെസിമലിലോട്ടാണ് കൺവേർട്ട് ചെയ്യേണ്ടത്. നമ്മൾ ഓരോ പോയിന്റിനെയും 3 ബിറ്റ് ബൈനറിയിലോട്ട് കൺവേർട്ട് ചെയ്യാം. സോ 752 2 എന്ന് പറയുന്നത് 010, 5 എന്ന് പറയുന്നത് 101, 7 എന്ന് പറയുന്നത് 111. ഇനി ഈ പറയുന്ന 222നെയും 3 ബിറ്റുകളായിട്ട് നമ്മൾ റെപ്രസെന്റ് ചെയ്യുക. 010, 010, 010. അതിനുശേഷം പോയിന്റിന് ഇപ്പുറത്തോട്ടുള്ളതിനെ ഈ പോയിന്റിൽ നിന്നും 4 പോയിന്റുകളായിട്ട് നമ്മൾ തിരിക്കുക, 4 ബിറ്റ്സുകൾ എടുക്കുക. അതേപോലെ പോയിന്റിന് ശേഷം വരുന്നതും ഇതുപോലെ 4 ബിറ്റുകളായിട്ട് നമ്മൾ എടുക്കുക.
എന്നിട്ട് ആ നമ്പറിനെ നമ്മൾ കറസ്പോണ്ടിങ് 4 ബിറ്റിൽ റെപ്രസെന്റ് ചെയ്യും. അപ്പം 1010 എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഇക്വലന്റ് ടു 10 ആണ്. 10 എന്ന് പറയുന്നത് എക്സേൽ എ എന്നാണ് എഴുതുക. ഇനി 1110 എന്ന് പറയുന്നത് ദാറ്റ് ഈസ് 14 ആണ്. ദാറ്റ് ഈസ് ഇക്വലന്റ് ടു ഇ ആണ്. സോ ഇ ദെൻ 1 എന്ന് പറയുന്നത് ഇതിന്റെ ഫ്രണ്ടിലോട്ട് നമുക്ക് 3 0 ഇട്ട് കൊടുക്കാം. ദാറ്റ് ഈസ് ഇക്വലന്റ് ടു 1 EA പോയിന്റ്. ഇനി ഇതെന്ന് പറയുന്നത് 0100 എന്ന് പറയുന്നത് 4 ആണ്. 1001 എന്ന് പറയുന്നത് 9 ആണ്. സോ ഇവിടെ ആൻസർ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. 42nd question. A 4-bit ripple counter and a 4-bit synchronous counter are made using flip-flops having propagation delay of 10 nanosecond each. If the worst case delay in the ripple counter and the synchronous counter be R and S respectively. അപ്പോൾ ഒരു റിപ്പിൾ കൗണ്ടറിന്റെ വേസ്റ്റ് കേസ് ഡിലേ എന്ന് പറയുന്നത് എത്ര നമ്പർ ഓഫ് ബിറ്റ് ഇൻറ്റോ ദാറ്റ് വാല്യൂ ഇൻറ്റു അവിടുത്തെ പ്രൊപ്പഗേഷൻ ഡിലേ. സോ 4 into 10 എന്ന് പറയുമ്പോൾ ദ വാല്യൂ ഈസ് ഈക്വൽ ടു ആറിന്റെ വേസ്റ്റ് കേസ് ഡിലേ എന്ന് പറയുന്നത് 40 നാനോസെക്കൻഡ് ആണ്. ഇനി ഇത് തന്നെ ഒരു സിങ്ക്രണസ് കൗണ്ടറിന്റെ കേസിലാണെങ്കിൽ എന്താണോ അവിടുത്തെ പ്രൊപ്പഗേഷൻ ഡിലേ അത് തന്നെയാണ്. സോ 10 നാനോസെക്കൻഡ്. അപ്പൊ ഇവിടെ ആൻസർ ഓപ്ഷൻ ബി ആർ ഇസ് ഈക്വൽ ടു 40 നാനോസെക്കൻഡ് ആൻഡ് എസ് ഇസ് ഈക്വൽ ടു 10 നാനോസെക്കൻഡ് ഇസ് ദ കറക്റ്റ് ആൻസർ. 43rd question. Which combinational circuit is well known for selecting a single input from multiple input and guiding the binary information to output line? Data selector അല്ലെങ്കിൽ multiplexer. 43 option A ആണ് correct answer. 44. How many NOT gates are required for the construction of 4-to-1 multiplexer from the following? 44ന്റെ ആൻസർ ഓപ്ഷൻ സി ആണ്. ദാറ്റ് ഈസ് 2 NOT gates ആണ് നമുക്ക് അതിന് ആവശ്യം വരുന്നത്. 45. In the case of adder circuit, the carry propagation can be expressed as. ഒരു ആഡറിന്റെ കേസിലാണെങ്കിൽ നമ്മൾ ക്യാരി പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത് ഈ പറയുന്ന എ പ്ലസ് ബി, സി പി ഇസ് ഈക്വൽ ടു എ പ്ലസ് ബി എന്ന് പറയുന്ന റിലേഷൻ ആണ്. ഓപ്ഷൻ എ സി ഇസ് ദ കറക്റ്റ് ആൻസർ. 46. The design and architecture of an arithmetic and logic circuit is established on which scheme? Option B, combinational logic. 47. The clock frequency of an 8085 microprocessor is 10 megahertz and the time required to execute an instruction is 1.2 microsecond. Then the T states needed for executing the instruction is. അപ്പൊ ഇവിടെ നമുക്ക് ആവശ്യമുള്ള അതായത് ടൈം റിക്വയർഡ് നമുക്ക് ആവശ്യമുള്ള ടൈം റിക്വയർഡ് എന്ന് പറയുന്നത് ടൈം റിക്വയർഡ് ടു എക്സിക്യൂട്ട് ഇൻസ്ട്രക്ഷൻ is equal to എത്ര നമ്പർ ഓഫ് സ്റ്റേറ്റ്സ് ഉണ്ടോ നമ്പർ ഓഫ് ടി സ്റ്റേറ്റ്സ് ഇൻറ്റു അവിടുത്തെ ക്ലോക്ക് പീരീഡ് ആണ്. ഓക്കെ, സോ ടി ഓഫ് ക്ലോക്ക്. അപ്പൊ നമുക്കിവിടെ ക്ലോക്ക് പീരീഡ് നമുക്ക് തന്നിട്ടില്ല, പകരം അവിടുത്തെ എന്ത് തന്നിട്ടുണ്ട്, ക്ലോക്ക് ഫ്രീക്വൻസി തന്നിട്ടുണ്ട്. അപ്പൊ ടി ക്ലോക്ക് കിട്ടാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, റെസിപ്രോക്കൽ ഓഫ് ഫ്രീക്വൻസി ക്ലോക്ക് ചെയ്യുക. The value will be equal to 1 divided by 10, which is equal to 0.1 microsecond എന്ന് കിട്ടും. സോ ഇവിടുത്തെ ടി ക്ലോക്കിന്റെ വാല്യൂ എത്രയായിരിക്കും, 0.1 മൈക്രോസെക്കൻഡ് ആണ്. ഇനി നമുക്ക് പിന്നെ അറിയേണ്ടത് നമുക്ക് വേണ്ട നമ്പർ ഓഫ് എന്താണ് ടി സ്റ്റേറ്റ്സ് ആണ് നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ ക്വസ്റ്റ്യനിൽ ടൈം റിക്വയർഡ് ടു എക്സിക്യൂട്ട് ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് പറഞ്ഞിട്ടുണ്ട് 1.2 മൈക്രോസെക്കൻഡ് ആണ്. സോ 1.2 മൈക്രോസെക്കൻഡ് ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് ടി സ്റ്റേറ്റ്സ് ഇൻറ്റു ക്ലോക്കിന്റെ പീരീഡ് എന്ന് പറയുന്നത് 0.1 മൈക്രോസെക്കൻഡ് ആണ്. ഇക്വേഷൻ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് കഴിയുമ്പോൾ നമ്പർ ഓഫ് ടി സ്റ്റേറ്റ്സ് ഇസ് ഈക്വൽ ടു 1.2 ഡിവൈഡഡ് ബൈ 0.1 എന്ന് കിട്ടും. ആൻസർ വിൽ ബി ഈക്വൽ ടു 12. ദാറ്റ് ഈസ് ഓപ്ഷൻ ഡി ഈസ് ദ കറക്റ്റ് ആൻസർ. 48th question. When two processors 1 and 2 executing the same instruction set and under identical condition, then a same input program running on second processor takes 25% less time but incurs 20% more clock cycles per instruction as compared to the program running on first processor. If the clock frequency of first processor is 1 gigahertz, then the frequency of second processor is. Question ഇത്തിരി ലെങ്തി ആണ്, പക്ഷെ കൺസെപ്റ്റ് വളരെ സിമ്പിൾ ആണ്. അപ്പൊ ഇവിടെ നമ്പർ ഓഫ് ഇൻസ്ട്രക്ഷൻ യൂസ് ചെയ്യേണ്ട എക്സ്പ്രഷൻ നമ്പർ ഓഫ് ഇൻസ്ട്രക്ഷൻ ഇസ് ഈക്വൽ ടു ടോട്ടൽ ടൈം ഡിവൈഡഡ് ബൈ
ക്ലോക്ക് പൾസ് പെർ ഇൻസ്ട്രക്ഷൻ ഇൻറ്റു ക്ലോക്ക് ടൈം. അതായത് CPI എന്ന് നമ്മൾ എഴുതിയിട്ടുള്ളത് ക്ലോക്ക് സൈക്കിൾ പെർ ഇൻസ്ട്രക്ഷൻ ആണ്. ഇനി 1/, ക്ലോക്ക് ടൈമിനെയാണ് നമ്മൾ ക്ലോക്ക് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. അപ്പൊ ഈ എക്സ്പ്രഷൻ നമുക്ക് എന്തെന്ന് എഴുതാം? ക്ലോക്ക് ടൈം, ടോട്ടൽ ടൈം ഇൻറ്റു ക്ലോക്ക് ഫ്രീക്വൻസി ഡിവൈഡഡ് ബൈ CPI എന്ന് പറയാം. അപ്പൊ നമുക്കിത് റിലേഷൻസ് എല്ലാം റേഷ്യോയുടെ കണക്കിലാണ് തന്നിട്ടുള്ളത്. അപ്പൊ ടോട്ടൽ ടൈം എന്ന് പറയുന്നത് ഒന്നാമത്തെ പ്രോസസ്സർ സപ്പോസ് 100% ടൈം ആണ് എടുത്തിട്ടുള്ളതെങ്കിൽ അതിൽ നിന്നും 25% കുറച്ച് സമയമാണ് രണ്ടാമത്തെ പ്രോസസ്സർ എടുത്തിട്ടുള്ളത്. സോ അവരുടെ റേഷ്യോ എന്ന് പറയുന്നത് എന്തായിരിക്കും? 100:75 എന്നുള്ളതായിരിക്കും റേഷ്യോ. ഇനി ക്ലോക്ക് അതുപോലെ ക്ലോക്ക് സൈക്കിൾ പെർ ഇൻസ്ട്രക്ഷന്റെ റേഷ്യോ ഒന്നാമത്തെ ആളെ അപേക്ഷിച്ച് രണ്ടാമത്തെ ആളില് 20% കൂടുതലാണ് ഈ പറയുന്ന ക്ലോക്ക് സൈക്കിൾ പെർ ഇൻസ്ട്രക്ഷൻ ടൈം എടുത്തിട്ടുള്ളത്. സോ 100:120 ആയിരിക്കും അവരുടെ റിലേഷൻ എന്ന് പറയുന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്യുക? രണ്ട് പ്രോസസ്സറിന്റെ ഈ എടുത്തിരിക്കുന്ന ഈ റിലേഷൻ ഈ ഒരു ഇക്വേഷനിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ആ റിലേഷൻ ഒന്ന് എന്ത് ചെയ്യുക? ഇക്വേറ്റ് ചെയ്യുക. അവിടുത്തെ നമ്പർ ഓഫ് ഇൻസ്ട്രക്ഷൻ രണ്ടും എന്തായിരിക്കും? സെയിം ആണെന്നാണ്. ഓക്കെ, സോ അങ്ങനെ വരുമ്പോൾ ഒന്നാമത്തെ പ്രോസസ്സറിന്റെ ടൈം P1 ഡിവൈഡഡ് ബൈ ഒന്നാമത്തെ പ്രോസസ്സർ ക്ലോക്ക് സൈക്കിൾ പെർ ഇൻസ്ട്രക്ഷൻ എടുത്തിട്ടുള്ള റിലേഷൻ ഇൻറ്റു അവിടുത്തെ എന്താണ്? ക്ലോക്ക് ഫ്രീക്വൻസി, ഒന്നാമത്തെ സിഗ്നലിന്റെ ക്ലോക്ക് ഫ്രീക്വൻസി. കാരണം നമുക്ക് കണ്ടുപിടിക്കേണ്ടത് രണ്ടാമത്തെ പ്രോസസ്സറിന്റെ ക്ലോക്ക് ഫ്രീക്വൻസി ആണ്. ദിസ് വാല്യൂ വിൽ ബി ഈക്വൽ ടു P2 ഡിവൈഡഡ് ബൈ, അതായത് രണ്ടാമത്തെ പ്രോസസ്സർ എടുത്തിട്ടുള്ള ടൈമിന്റെ റേഷ്യോ, ദാറ്റ് ഇസ് P2 ഡിവൈഡഡ് ബൈ രണ്ടാമത്തെ പ്രോസസ്സറിന്റെ ക്ലോക്ക് സൈക്കിൾ പെർ ഇൻസ്ട്രക്ഷന് വേണ്ടി എടുത്തിട്ടുള്ള ടൈം CPI2 ഇൻറ്റു അവിടുത്തെ ക്ലോക്ക് ഫ്രീക്വൻസി. F2 ആണ് കണ്ടുപിടിക്കേണ്ടത്. ഒന്ന് റീഅറേഞ്ച് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് F2 ഈസ് ഈക്വൽ ടു, അല്ലെങ്കിൽ ഈ റിലേഷനിലെ P1 നമുക്ക് ഈ റേഷ്യോ ഒന്ന് സോൾവ് ചെയ്ത് കഴിയുമ്പോൾ ദിസ് വാല്യൂ വിൽ ബി ഈക്വൽ ടു 4:3 ആൻഡ് ദിസ് വാല്യൂ വിൽ ബി ഈക്വൽ ടു 5:6. സോ 4 ഡിവൈഡഡ് ബൈ 5 ഇൻറ്റു F1 എന്ന് പറയുന്നത് 1 GHz ആണ് പറഞ്ഞിട്ടുള്ളത്. സോ 1. So 4/5 into 1 is equal to P2ന്റെ വാല്യൂ ആണെങ്കിൽ 3/6 into F2 എന്ന് പറയും. ഇക്വേഷൻ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഫ്രീക്വൻസി 1.6 GHz. ഓപ്ഷൻ D is the correct answer. 49. In 8085 assembly language, a sequence of 2 registers that multiplies the content of DE register pair by 2 and stores that register in HL register pair. അപ്പോ നമുക്ക് ഡി രജിസ്റ്റർ പെയറിലെയും എക്സൽ രജിസ്റ്റർ പെയറിലെയും വാല്യൂസ് ഒന്ന് എക്സ്ചേഞ്ച് ചെയ്യണം. അതിന് നമുക്ക് യൂസ് ചെയ്യാവുന്ന കോഡാണ് XCHG എന്നുള്ളത്. അപ്പൊ ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കണ്ടന്റ് എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റും. അതായത് DE പെയറും അതേപോലെ HL രജിസ്റ്റർ പെയറിലെ വാല്യൂസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. ആഡ് ചെയ്യാനായിട്ട് നമ്മൾ DADH എന്നുള്ള ഇൻസ്ട്രക്ഷൻ യൂസ് ചെയ്യാം. അപ്പൊ ഇവിടെ HL കണ്ടന്റ് നമ്മൾ എന്ത് ചെയ്യാണ്? ആഡ് ചെയ്യും. എന്നിട്ട് ആ വാല്യൂ HL തന്നെ സ്റ്റോർ ചെയ്യും. അപ്പൊ നെറ്റ് എഫക്ട് നമ്മൾ ഇവിടെ യൂസ് ചെയ്യേണ്ട എക്സ്പ്രഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ D, XCHG ആൻഡ് DADH എന്നുള്ള എക്സ്പ്രഷൻ ആണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യേണ്ടത്. 50th question. Find the resolution of 10-bit analog to digital converter for an input range of 10 volt. അപ്പൊ ഇവിടെ റെസൊല്യൂഷൻ കണ്ടുപിടിക്കാനുള്ള എക്സ്പ്രഷൻ എന്ന് പറയുന്നത് റെസൊല്യൂഷൻ ഈസ് ഈക്വൽ ടു അവിടുത്തെ ഫുൾ സ്കെയിൽ വാല്യൂ എത്രയാണോ, വോൾട്ടേജിന്റെ ടേമിലാണ് വോൾട്ടേജ് ഫുൾ സ്കെയിൽ വാല്യൂ ഡിവൈഡഡ് ബൈ 2 എത്ര ബിറ്റ് അനലോഗ് ടു ഡിജിറ്റൽ കൺവേർട്ടർ ആണ്, ദാറ്റ് ഇസ് 2n-1. അപ്പൊ ഇവിടുത്തെ ഫുൾ സ്കെയിൽ വാല്യൂ എന്ന് പറയുന്നത് അവിടുത്തെ വോൾട്ടേജിന്റെ റേഞ്ച് ആണ്, ദാറ്റ് ഇസ് 10 ഡിവൈഡഡ് ബൈ ഇതൊരു 10 ബിറ്റ് അനലോഗ് ടു ഡിജിറ്റൽ ആണ്. സോ 2n-1. നെറ്റ് എഫക്ട് റെസൊല്യൂഷൻ എന്ന് പറയുന്നത് 9.77 മില്ലി വോൾട്ട് എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഓപ്ഷൻ ബി ഈസ് ദ കറക്റ്റ് ആൻസർ. അപ്പൊ 50 ക്വസ്റ്റ്യൻസും അതിന്റെ സൊല്യൂഷനും ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ബാക്കി വരുന്ന 50 ക്വസ്റ്റ്യൻസും അതിന്റെ ഒരു സൊല്യൂഷനും നമ്മൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ക്വസ്റ്റ്യൻ പേപ്പറും അതിന്റെ ആൻസർ കീയും നമ്മുടെ ടെലിഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ഡീറ്റെയിൽസ് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. താങ്ക് യു ഫോർ വാച്ചിങ്.